വീട്ടുജോലികളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെ കാര്യം നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ തയ്യലും കൊണ്ടുപോകാൻ നോക്കുമ്പം ശരിക്കും ശ്വാസം മുട്ടുന്നുണ്ടോ? രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് ഒരു തുണി പോലും തയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാറുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മളുടെ ജപ്പാൻകാരുടെ ഇക്കിഗായി എന്ന രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോക്ക് താഴെ ഷക്കീല ഹംസ എന്ന് പറഞ്ഞൊരു സഹോദരി ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിട്ടത്. വീട്ടുജോലിയും തയ്യലും എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകും, ഇതിനൊരു ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു തരുമെന്ന്. ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് അമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജപ്പാൻകാരായ വീട്ടമ്മമാർ തങ്ങളുടെ വീട്ടുജോലിയും ബിസിനസ്സും ഒരേപോലെ സ്മാർട്ടായിട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില ടൈം മാനേജ്മെൻറ്റ് രഹസ്യങ്ങളാണ് കേട്ടോ. ഇത് നിങ്ങളെ ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കും. ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പോകും കേട്ടോ. നമ്മുടെ വീട്ടമ്മമാർക്ക് എവിടെയാണ് തെറ്റുന്നത് എന്നതൊന്നും ആദ്യം നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽച്ച് നമ്മളെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഓടുകയാണ് നമ്മൾ. കറി വെക്കുന്നു, അടിച്ചു വാരുന്നു, അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തയ്ക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സമയം ഒരിക്കലും കിട്ടില്ല. കാരണം വീട്ടുജോലികൾ ഒരിക്കലും നമുക്ക് തീരൂല. അതിന് ജപ്പാൻകാർ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു രഹസ്യമാണ് കേട്ടോ യൊരുകസ്റ്റു, അഥവാ രാത്രിയിലെ മാന്ത്രിക പ്രിപ്പറേഷൻ. ജപ്പാൻകാർ തങ്ങളുടെ നാളത്തെ ദിവസത്തെ പകുതി ജോലി തലേ ദിവസം രാത്രി തന്നെ ചെയ്ത് തീർക്കും. നമ്മളും അതൊന്ന് ശീലാക്കി വയ്ക്കാൻ മതി. രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ, അഥവാ പ്രീ പ്ലാനിങ് എന്താണെന്ന്, നാളെ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ രാത്രി തന്നെ തീരുമാനിച്ച് സെറ്റാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എരിഞ്ഞ് ഒരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, തേങ്ങ ചിരകി വെക്കുക. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനം, നാളെ പകൽ നമ്മൾ എന്താണോ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ വസ്ത്രം ഏതാണോ അത് രാത്രി തന്നെ മെഷീൻ്റെ അടുത്തെടുത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നൂല്, കത്രിക, ടേപ്പ് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു കൊട്ടയിലാക്കിയിട്ട് തന്നെ വെക്കുക. നമ്മൾ ഈ രാവിലെ തന്നെ വന്നിരുന്നിട്ട് നൂല് തിരയാൻ പോകുമ്പോഴാണ് നമ്മളെ സമയം അവിടെ നഷ്ടപ്പെടുന്നത്. ഇനി ജപ്പാൻകാരുടെ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് വരാം. അതാണ് അസാക്കാറ്റ്സു, അതായത് മോർണിംഗ് റൂട്ടീന്. രാവിലത്തെ സമയം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കുക. രാവിലെ നമ്മൾ മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിനേക്കാൾ കൃത്യം 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഈ 1 മണിക്കൂറിലാണ് ജപ്പാൻകാർ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യണത്. നമ്മൾ രാത്രി തന്നെ പച്ചക്കറിയും മറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, രാവിലെ അടുക്കള ജോലി വെറും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ സാധിക്കും. എല്ലാവരും എഴുന്നേറ്റ് തിരക്കിലേക്കൊക്കെ വരും മുമ്പ് തന്നെ ആ അടുക്കളയിലെ പണികളൊക്കെ നമുക്ക് തീർത്ത് വെക്കാൻ കഴിയും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളൊക്കെ സ്കൂൾക്ക് വിട്ടതിന് ശേഷമുള്ള ആ ഒരു സമയമാണ്. അതായത് രാവിലത്തെ 10 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെയുള്ള സമയം. അത് വളരെ വിലപ്പെട്ടൊരു സമയമാണ്. ഈ സമയത്ത് വീട്ടുജോലികളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഈ 3 മണിക്കൂർ നമ്മൾ തയ്യലിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെക്കുക. അവിടെയാണ് ജപ്പാൻകാരുടെ ടൈം ബോക്സിങ് എന്ന അടുത്തൊരു ടെക്നിക്ക് വരുന്നത്. ഈ 3 മണിക്കൂറിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കണം. ആദ്യത്തെ 1 മണിക്കൂർ 10 മുതൽ 11 വരെ ഒരൊറ്റ ചിന്തയോടുകൂടി വസ്ത്രങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കണം. അടുത്ത 2 മണിക്കൂർ 11 മുതൽ 1 വരെ തയ്യൽ മെഷീനിൽ ഇരുന്ന് തയ്ക്കുന്നത് മാത്രം ഉപയോഗിക്കുക. ആ ഒരു സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് മിനിമം 2 ചുരിദാറെങ്കിലും സുഖമായിട്ട് തയ്ച്ച് തീർക്കാൻ കഴിയും. അതിനുശേഷം ഉച്ചക്കുള്ള ഭക്ഷണം, ചെറിയൊരു വിശ്രമം ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ 4 മണി മുതൽ 5 മണി വരെയുള്ള 1 മണിക്കൂറുണ്ടല്ലോ, അത് വീണ്ടും തയ്യലിനായി മാറ്റിവെക്കുക. ഈ സമയത്ത് നമ്മൾ വലിയ തയ്യലുകളൊന്നും ചെയ്യാതെ തയ്ച്ച് വെച്ച വസ്ത്രങ്ങൾ അയൺ ചെയ്യുക, ഹെമ്മിങ് ചെയ്യുക, ബട്ടൺ വെക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ പറഞ്ഞിന് കേട്ടോ, കസ്റ്റമർ വന്ന് ചോദിച്ചാൽ അപ്പം മാത്രമേ തയ്ക്കണ ഒരു ആവേശം വരുന്നത്. എന്നാൽ ഈ ഒരു ജപ്പാനീസ് ടൈം ടേബിൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കസ്റ്റമർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വസ്ത്രങ്ങളൊക്കെ തയ്ച്ച് കൊടുക്കാൻ സാധിക്കും. അത് നമ്മളെ ബിസിനസ്സിൻ്റെ അന്തസ്സ് നമുക്ക് ഇരട്ടിയാക്കി തരും. വീട്ടുജോലിയും തയ്യലും ഒന്നിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഷക്കീലയെ പോലുള്ള എല്ലാ സഹോദരിമാർക്കും ഈ ഒരു ജപ്പാനീസ് റൂട്ടീൻ വലിയൊരു അനുഗ്രഹമായിരിക്കും. വലിയ മാറ്റങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട എന്ന് രാത്രി മുതൽ തന്നെ നാളത്തെ ദിവസത്തിനായുള്ള ചെറിയ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു ടൈം ടേബിളിൽ നാളെ മുതൽ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പം തന്നെ വന്ന് താഴെ യെസ് ഐ ആം റെഡി എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ആവേശം വരുന്നത്.
അപ്പം ഞാനും മറക്കണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. തലേന്ന് തന്നെ നമ്മൾ പിറ്റേന്നേക്കുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് നേരം നമ്മളെ കാര്യങ്ങൾ എണീറ്റ് നമ്മളെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കിയ ശേഷം നേരെ കിച്ചണിൽ കയറിയാൽ 1 മണിക്കൂർ കൊണ്ട് കിച്ചണിലെ ഫുൾ കംപ്ലീറ്റ് പരിപാടി നമുക്ക് തീർക്കാം. അതിന് ശേഷം മക്കളെ കാര്യങ്ങളും ഇതൊക്കെ നോക്കി മക്കളെ പറഞ്ഞു വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങിന് ഇരിക്കാം. നല്ല മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാനും കഴിയും. ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ രഹസ്യം സമയം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളെല്ലാ തയ്യൽ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്തോളിട്ടോ. അടുത്തൊരു കിടിലൻ വീഡിയോയുമാരോ കാണാം. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.